സലാമേ. അസ്സലാമലൈക്കും ആയിക്കോട്ടെ. എന്താ കാസിമ്? എവിടെ ഞാനിവിടെ ഉണ്ട്. ഫുത്തൂഫ് വേണ്ടേ? ഫുത്ത് വേണം. ഞാൻ പറഞ്ഞ എന്റെ പരിസരത്തുണ്ട്. എവിടെയുള്ളത്? എങ്ങോട്ടാ വരണ്ടേ? എന്റെ വീട് എവിടെയുള്ള? എവിടെ പറയും? വീട്ടിൽ നീ പറഞ്ഞ സ്ഥലത്തേക്കാൻ വരാം. എന്റെ വീട്ടിൽ വന്ന പ്രശ്നം? വീട്ടിലെ ആളില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുക. വീട്ടിലെ ആളില്ലാണോ? വീട്ടിലെ ആളില്ല, ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ജ്യേഷ്ഠന്റെ മോള് ഹോസ്പിറ്റലിലുള്ളത്. അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നീ പറഞ്ഞിടത്തേക്ക് വരാം. ഏത് ഹോസ്പിറ്റലില്? കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്. കൽപ്പറ്റ. ഞാൻ ഇവിടെ പനമരത്തുണ്ട്. കൽപ്പറ്റ എവിടെ ഉണ്ടാകുന്ന പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ പുറപ്പെടും. സാധനം കയ്യിലുണ്ടോ? അങ്ങനെ അൽഫാമോ? സാധനം കയ്യിലുണ്ടോ? ഫുത്തൂഹ് കയ്യിലുണ്ടോ? പിന്നെ ഫുത്തൂഹ് നമുക്ക് കാണണ്ടേ? എനിക്ക് കാണാം. വായിച്ചാ നമുക്ക്? അല്ല, എനിക്കതിന്റെ ഫോട്ടോ എടുത്ത് തന്നാ മതി. വായിക്കാൻ ഇപ്പൊ എനിക്ക് നേരല്ല. എനിക്കൊന്ന് കാണിച്ചു തന്നാ മതി. വായിച്ചിട്ടേ അവിടുന്ന് വിടുള്ളൂ. എന്നെ വായിപ്പിച്ചിട്ട് അവിടുന്ന് വിടുള്ളൂ. അല്ല, അതിപ്പോ നമുക്ക് തീരുമാനിക്കാം. നിങ്ങളിപ്പോ അങ്ങനെ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞാലിപ്പോ പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കൂലേ? ക്യാമറ കെട്ട് വരുന്നുണ്ടോ? ക്യാമറ മൊബൈലൊന്നും എടുക്കാൻ പറ്റില്ല. ക്യാമറ മൊബൈൽ എടുക്കുള്ളൂ. ക്യാമറ ആയിട്ട് വേണം. അല്ല, ക്യാമറ ആയിട്ടൊന്നും വരാൻ കഴിയൂലേ? മൊബൈലിൽ എടുക്കാൻ സമ്മതിക്കോ? നമുക്കതിന്റെ അത് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുണ്ട്. വീഡിയോ എടുത്തിട്ട് വന്നത്? വീഡിയോക്കാരെ വിളിച്ചോ? വീഡിയോക്കാരെ വിളിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ. നീ എത്ര മണിക്കാ വരിക? അല്ല, അത് നിനക്ക് പിന്നെ എന്തായാലും വരണം. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. അവിടെ വന്നാ മതി. അല്ല, ലൊക്കേഷൻ അയക്കണ്ട. നീ ലൊക്കേഷൻ അയക്കാൻ പിന്നെ എങ്ങനെ വരിക? പനമരത്തല്ലുള്ളത്. കൽപ്പറ്റ 10-20 കിലോമീറ്റർ. ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം. അല്ല, നീ കൽപ്പറ്റ നമ്മളെ സലഫി പള്ളിക്ക് പോവാട്ടോ. സെൽഫി പള്ളിക്കല്ല, എനിക്ക് വരാൻ കഴിയില്ല. ഹോസ്പിറ്റലിൽ പോവാണ്. എനിക്ക് സാധനം കിട്ടാൻ വേണം. അതാണ്. അപ്പൊ അതിന് സലഫി പള്ളിക്ക് പറഞ്ഞാ കൽപ്പറ്റ? കൽപ്പറ്റ ഏത് സലഫി പള്ളിക്കാരുണ്ട്? കൽപ്പറ്റ സലഫി പള്ളി എനിക്കറിയില്ല. മടവൂരി ഉണ്ട്. മടവൂരി പള്ളിയാ? മടവൂരി. ഏത് പള്ളിക്ക് വന്നല്ലേ? സലഫി പള്ളിക്ക് പോവാ. ഞാൻ ലൊക്കേഷൻ അയച്ചു കേട്ടോ. വന്ന് വരണേ. അല്ല, ഞാൻ എവിടെ ലൊക്കേഷൻ അയച്ചുതരാം. അപ്പം വന്നാ മതി. അല്ലെങ്കിൽ കമ്പളക്കാർക്ക് ഇപ്പൊ എത്തുവോ? കറണ്ട് ലൊക്കേഷൻ അയച്ചുതരാം. ഞാൻ എനിക്കിപ്പോ നെറ്റ് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഇവിടെ പനമരത്തുണ്ട്. ഇവിടെ പനമരത്തേക്ക് അങ്ങോട്ട് വരുന്നാല് വേഗം പറയും. ഞാൻ അങ്ങോട്ട് വരാം. വേഗം പോവാ. എത്ര മണിക്ക് ഇറങ്ങും പനമരത്ത് നീ? ഞാൻ ഇപ്പോ ഒരു സമയത്ത് 6:45 8 മണി. അല്ല, 8 മണിയുടെ മുന്നേ ഇറങ്ങും ഞാൻ. 6:45. ഇപ്പൊ കമ്പളക്കാടുണ്ടോ? കമ്പളക്കാട്. ഞാൻ കമ്പളക്കാട്. കമ്പളക്കാട് എന്റെ വീട്? കമ്പളക്കാട് എന്റെ വീട്. ഞങ്ങള് പനമരത്ത് പോവാ. ആയിക്കോട്ടെ. പനമരത്ത് ടൗണിൽ വന്നിട്ട് വിളിക്കുന്നാല് ഒരു 10 അരമണിക്കൂർ കൊണ്ട് വിളിക്കാം കേട്ടോ. ഓക്കെ, ശരി. അല്ല, വെറുതെ വണ്ടിയാക്കല്ലോ അല്ലേ കസീം? വാട ചേർക്കാ എന്നല്ലേ വിളിക്കുന്നേ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. സലാമേ. പറയൂ. ഞാൻ എന്റെ ഇളയമാന്റെ മോനോട് കൊടുക്കുന്ന സ്ഥലം പറഞ്ഞു. ആയിക്കോട്ടെ. ഹലോ പറയൂ. എവിടെ സ്ഥലം? എവിടെ എത്തണ്ടേ? അത് പനമരം പെട്രോൾ പമ്പ് ഇല്ലേ? നമ്മളെ കൽപ്പറ്റ വരുമ്പോഴുള്ള കമ്പളക്കാട് വരുമ്പോഴുള്ള പെട്രോൾ പമ്പ്. അതിന് കുറച്ച് മുന്നിൽ കുറച്ച് വർക്ക്ഷോപ്പുകളുണ്ട്. കണ്ടിക്ക്. അവിടുന്ന് റൈറ്റിലേക്ക് ഒരു റോഡ് ഉണ്ട്. അറിയാം. അതിന് വന്നിട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ മതി. ഓക്കെ, ശരി. വാടച്ചാല്. വാടച്ചാലോ? വാടച്ചാല്. ലോങ് വരാണ്ടോ? കുറച്ച് കൂടുതൽ വരാണ്ടോ? എങ്ങനെ? അല്ല, അവിടുന്ന് കൂടുതൽ വരാണ്ടോ ചോദിക്കാം. ഇല്ല, ആ റോഡിന് കുറച്ചൊരു 100-200 മീറ്റർ ഉണ്ടാവും. നിങ്ങളെ പേര്? എന്റെ പേര് മുബഷിർ. ഓക്കെ, ശരി. ശരി. പിന്നെ കിതാബ് സത്യത്തിൽ കിതാബ് അത് കഴിച്ചിരുന്നാല് ചേട്ടാ, ഞാൻ കാര്യം പറയട്ടെ. ക്ലിയർ ആയിക്കോട്ടെ. പറയും. നിങ്ങൾക്ക് അവിടെ ഫുത്തൂക്ക് തന്നെ എന്തിന്റെ പേരില്ല? ഇതൊരു വണ്ടിത്തരം പറഞ്ഞു. 17 വാളിലേക്ക് 17 വാളി അവിടെ വിളമ്പണം. വേണ്ട. എന്തെങ്കിലും തന്നിട്ട് വാങ്ങാറുണ്ട്. സെക്കൻഡ്, എനിക്ക് ഞാനിപ്പോ ആ സംവാദത്തെ കുറിച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് പോകുന്നതല്ല. ആ ഒരു സംവാദത്തെ കുറിച്ച് ചർച്ചയ്ക്ക് പോകുന്നതല്ല ഞാൻ. എനിക്ക് ഫുത്തൂഹ് കാണണം. എനിക്ക് അത് പിടി. എനിക്ക് ഫുത്തൂഹ് കാണണം. അത് കാണാൻ ഞാൻ വന്നല്ലേ? നിങ്ങൾ ഞാനിവിടെ കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തില്ലേ? എന്നോട് ചോദിച്ചിട്ട് എന്റെ സമ്മതം എടുത്തിട്ടാ ഞാനുമായിട്ട് സംസാരിക്കണം. ഞാനിവിടെ കയറി വരുമ്പോ ഫോട്ടോ എടുത്തില്ലേ? അടുത്തൊക്കെ ആളുകളുണ്ട്. നിങ്ങൾ അന്ന് സംവാദത്തില് സാധനം തന്നിട്ട്
ഞാൻ വന്നിട്ടില്ല. എനിക്ക് ആ സംഭവത്തിനെ കുറിച്ച് അറിയാൻ വേണ്ട. കുത്തൂഹെന്ന് കാണിച്ചത് കുത്തൂഹങ്ങൾക്ക് കാണിച്ചത് എന്താ വാങ്ങാറുന്നത്? ഞാൻ അവിടെ വന്നു. പിന്നെ ഇന്ന് രാവിലെ എന്തിനാ വിളിച്ചത്? ഇന്ന് രാവിലെ എവിടെ ഞാനിവിടെ ഉണ്ട്. ഫുത്തൂഹ് വേണ്ടേ? ആ ഫുത്ത് വേണം. ഫുത്തൂഹ് വേണ്ടേ? അപ്പൊ കുത്തൂഹ് തരാതോടല്ലേ വിളിച്ചേ? കുത്തുവാണ്ട ഞാൻ വന്നിട്ട് അല്ല, നിങ്ങൾ എന്നെ രാവിലെ വിളിച്ചത് എന്തിനാണ്? നിങ്ങൾ എന്നെ രാവിലെ എന്തിനാ വിളിച്ചത്? കാസിം സൽഫി കറക്റ്റായിട്ട് എടുത്തോ. ഇത് രാവിലെ എന്തിനു വേണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിച്ചത്? ഫുത്തൂഹുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചത്? ചതിയല്ലേ? ഇത് ചതിയല്ലേ? ഇന്ന് രാവിലെ 7:30 വിളിച്ചിട്ട് കാണണം. അല്ലല്ല, ഇന്ന് പുത്തുകൊണ്ട് വരാന്നിട്ട് ഞങ്ങൾ വന്നിരുന്നു. എവിടെ ഞാനിവിടെ ഉണ്ട്. ഫുത്തൂഹ് വേണ്ടേ? ആ ഫുത്ത് വേണം. എവിടെ ഞാനിവിടെ ഉണ്ട്. ഫുത്തൂഹ് വേണ്ടേ? ആ ഫുത്ത് വേണം. ഞാൻ വേറെ ആവശ്യത്തിന് വന്നാണ്. എന്നെ ഇന്ന് രാവിലെ വിളിച്ചത്. എനിക്ക് ഫുത്തൂഹ് വേണ്ടേ? എനിക്ക് ഫുത്തൂഹ് വേണ്ടേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ഫുത്തൂഹ് തരാന്ന് പറഞ്ഞിട്ട് കാസിം സൽഫി അത് ഒഴിവാക്കി. കാസിം സൽഫി ചതിയാണ്. ഇതായി ഞാനല്ല. നമ്മുടെ അനുവാദം അതായത് ഓപ്പാക്കാൻ പാടില്ല. കാരണം ഞാനിവിടെ കയറി എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കയറി വരുമ്പോ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലല്ല, ഏറ്റവും വലിയ ചതി. അപ്പൊ സേഫിന്റെ ഫുത്തൂഹ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇവർക്ക് ഡ്യൂട്ടി ഉണ്ട്. ഈ ഡ്യൂട്ടി ഒഴിവാക്കിയിട്ട് ഞങ്ങൾ വന്നത് കേട്ടോ. സേഫിന്റെ ഫുത്തൂഹ് ചങ്ങായി അവിടെ പോയി 17 ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സംവാദത്തിലെ സാധനങ്ങൾ എന്താ വാങ്ങാറുണ്ട്? കാസിം സലഫി ഇന്ന് രാവിലെ എന്തിനാ എന്നെ വിളിച്ചത്? ഇന്ന് രാവിലെ എന്തിനാ ഞങ്ങൾ വിളിച്ചത്? ഇന്ന് രാവിലെ എന്നെ സേഫിന്റെ ഫുത്തൂഹ് കാണിച്ചില്ലാന്നല്ലേ വിളിച്ചത്? ഇത് ശരിയല്ലേ? 10 കിലോമീറ്റർ ഞാനിവിടെ ഓടി വന്നിട്ട് സേഫിന്റെ ഫുത്തൂഹ് കാണാൻ വേണ്ടി ഓടി വന്നിട്ട് ഇത് ശരിയല്ലേ? ഹലോ അല്ലേ? അല്ല, വെറുതെ ചതിക്കാൻ പാടില്ല. ചതിക്കാൻ പാടില്ല. സേഫിന്റെ ഫുത്തൂഹ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാസിം സലഫി വിളിച്ചിട്ട് സേഫിന്റെ ഫുത്തൂഹ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് 7:30 മണിക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് പരവർത്തിക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ പറയണോ കാണാൻ വേണ്ടി വിളിച്ചതാണെന്ന്. ഇത് ചതിയാണ് സലഫി, ഇത് ചതിയാണ്. ഇൻഷാല്ലാ സമൂഹത്തിന്റെ മുന്നിൽ മാപ്പ് പറയേണ്ടി വരും. 10 കിലോമീറ്റർ ദൂരത്തിൽ വന്നിട്ട് ചതിക്കാൻ പാടില്ല. കബീർ സൽഫി ഇവിടെ വിഷയം അറിയോ? എന്ന് രാവിലെ വിളിച്ചു. കാസിം സൽഫി 3 പ്രാവശ്യം വിളിച്ചു. മുബഷിർ പറഞ്ഞ ആള് വിളിച്ചിട്ട് പറഞ്ഞു സൈഫിന്റെ ഫുത്തൂഹ് കാണണ്ടേ? ഞാനവിടെ കയറി വരുമ്പോ എന്ത് പറഞ്ഞു അറിയാം? അയാൾ സെൽഫി എടുത്തു, ഫോട്ടോ എടുത്തു. ഇവനെ പറഞ്ഞു ഫോട്ടോ കണ്ടപ്പോ ആദ്യം മൂപ്പർ എടുത്ത് കണ്ടവര് ഫോട്ടോ എടുത്തു. അയാൾ ഫോട്ടോ എടുത്തു, വീട്ടുകാരെ ഫോട്ടോ എടുത്തു, എന്നെ കണ്ടപാട് വീട്ടുകാരെ ഫോട്ടോ എടുത്തു. അല്ല, അപ്പൊ അതുകൊണ്ട് ഇത് ചതിയാ. ഞാൻ എന്നെ നേരിട്ട് കാണണം. സൈഫിന്റെ ഫുത്തൂഹ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാസിം സലഫി രാവിലെ 7:30 മണിക്ക് അത് വേറെ വിഷയം. അപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. സംവാദത്തിൽ ഈ വിഷയത്തിൽ സമാധാനമുണ്ട്. എന്നുണ്ട് ഈ വിഷയത്തിൽ സാധിക്കാൻ പാടില്ല. പോകാൻ നോക്കിട്ട് സാധിക്കാം. ചതിയത്